ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഞാൻ ബ്രദർ ഷൈജു ആദപ്പള്ളി, എറണാകുളം സെയിൻറ്റ് മേരീസ് പ്രേയർ മിനിസ്ട്രിയിൽ നിന്നാണ്. ഒരു ദിവസത്തിൽ പ്രാവശ്യം നമ്മൾ പറയുകയും ചിന്തിക്കുകയും ചെയ്യാറുള്ള അല്ലെങ്കിൽ നമുക്കുണ്ടാകുന്ന അവസ്ഥകളാണ് പ്രലോഭനം എന്നുള്ള അവസ്ഥ. അതായത് കർത്താവായ ഈശോ പഠിപ്പിച്ച സ്വർഗസ്വനായ പിതാവേ എന്നുള്ള ആ പ്രാർത്ഥനയിൽ ദുഷ്ടാരൂപിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ, പ്രലോഭനങ്ങളിൽ ഞങ്ങളെ ഉൾപ്പെടുത്തരുത് എന്ന്. അപ്പോൾ പ്രലോഭനങ്ങളിൽ ഉൾപ്പെടാതിരിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? പ്രാർത്ഥിക്കണമെന്ന് കർത്താവായ ഈശോ തൻ്റെ ഈ പ്രാർത്ഥനയിലൂടെ എന്നെ നിങ്ങളെ പഠിപ്പിച്ചു തരികയാണ്. പ്രലോഭനങ്ങൾ ഉണ്ടാകാതിരിക്കുക അസാധ്യം, എന്നാൽ പ്രലോഭന ഹേതുവായവന് ദുരിതം അത് ആര് മൂലമാകാം. ചിലപ്പോൾ നമുക്ക് ബൈബിളിൽ കാണുന്നുണ്ട്, ജോബിനെ ദൈവത്തെ തള്ളിപ്പറയാൻ പ്രേരിപ്പിക്കുന്നത് സ്വന്തം ജീവിത പങ്കാളിയാണ്. എല്ലാ നാശനഷ്ടങ്ങളും തകർച്ചകളും ദുരിതങ്ങളും വരാൻ തുടങ്ങിയപ്പോൾ ഇതായി ദൈവത്തെ തള്ളിപ്പറഞ്ഞ് മരിക്കാൻ പാടില്ലേ എന്ന്. അതുപോലെ തോബിത്തിൻ്റെ പുസ്തകത്തിൽ കാണുന്നുണ്ട്, വലിയ ദൈവഭക്തനാണെന്നല്ലേ ഭാവം എന്നൊക്കെ പറഞ്ഞ് ഭർത്താവിനെ പ്രകോപിപ്പിക്കാനായിട്ട് ശ്രമിക്കുന്ന തോബിത്തിൻ്റെ ഭാര്യയെക്കുറിച്ച്, വലിയ തോബിയാസിൻ്റെ ഭാര്യയെക്കുറിച്ച്. അപ്പോൾ പ്രലോഭനങ്ങൾ പരീക്ഷണങ്ങൾ ഉണ്ടാകാം. നമ്മുടെ കർത്താവ് ഈശോ മരുഭൂമിയിൽ പിശാചിനാൽ പരീക്ഷിക്കപ്പെട്ടു. ഉൽപ്പത്തി പുസ്തകത്തിൽ ആദ്യ മാതാപിതാക്കൾ ആദവും ഹവ്വായും പിശാചിനാൽ പരീക്ഷിക്കപ്പെട്ടു. അപ്പോൾ ഏത് കാര്യങ്ങളിലൂടെ ആരിലൂടെ വേണമെങ്കിലും പ്രലോഭനങ്ങൾ ഏത് നിമിഷവും ഉണ്ടാകാം. അത് നമ്മൾ അയോഗ്യരായതുകൊണ്ടോ ദൈവം നമ്മൾ ഉപേക്ഷിച്ചതിൻ്റെ ലക്ഷണങ്ങളല്ല. നമുക്കറിയാം, ഒരു സ്വർണത്തിൻ്റെ മാല ഇട്ട ഒരു വ്യക്തിയെയാണോ അല്ലെങ്കിൽ ഒരു വരവ് റോൾഡ് ഗോൾഡിൻ്റെ ആഭരണം ഇട്ട ആളെയാണോ കള്ളൻ പിന്തുടരുന്നതും മോഷ്ടിക്കുന്നതും? തീർച്ചയായിട്ടും അറിയാം. അങ്ങനെയുള്ള വാർത്തകൾ അധികം കേട്ടിട്ടില്ല. ഒറിജിനൽ സ്വർണം അല്ലെങ്കിൽ തങ്കം ആണെങ്കിൽ എന്ത് നാശനഷ്ടം വരുത്തിയും കള്ളൻ അതും കൊണ്ടുപോകും. റോൾഡ് ഗോൾഡിൻ്റെ പുറകെ അല്ലെങ്കിൽ വെള്ളിയുടെ പുറകെ ആരും, വില കുറഞ്ഞതിൻ്റെ പുറകെ, വരവിൻ്റെ പുറകെ ആരും നടക്കാറില്ല. അതുപോലെ നിങ്ങൾ ദൈവകൃപയിലും വചനത്തിലും ദൈവഭക്തിയിലും മുന്നോട്ട് പോകുന്ന ആളാണെങ്കിൽ മറ്റുള്ളവരെക്കാൾ കൂടുതലായി പ്രലോഭനങ്ങളും പരീക്ഷണങ്ങളും ഉണ്ടാകാം. അത് ദൈവം ഉപേക്ഷിച്ചതിൻ്റെ ലക്ഷണങ്ങളല്ല. മത്തായി സുവിശേഷം 26-ാം അധ്യായം 41-ാം വാക്യം, പ്രലോഭനത്തിൽ ഉൾപ്പെടാതിരിക്കാൻ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുവിൻ, ആത്മാവ് സന്നദ്ധമെങ്കിലും ശരീരം ബലഹീനമാണ്. അപ്പോൾ ലോകത്തിൻ്റെ ആ അവസ്ഥകൾ ശരീരം കാണിക്കും, കാരണം നമ്മൾ ലോകത്തിലാണ് ജീവിക്കുന്നത്. പക്ഷേ ആത്മാവിൽ ശക്തിപ്പെട്ടാൽ പ്രലോഭനങ്ങളെ അകപ്പെടാതിരിക്കാൻ അല്ലെങ്കിൽ മോചനം നേടാൻ സാധിക്കും. യാക്കോബ്സിയുടെ ലേഖനം 1-ാം അധ്യായം 23-ാമത്തെ വാക്യം, എൻ്റെ സഹോദരരെ, വിവിധ പരീക്ഷകളിൽ അകപ്പെടുമ്പോൾ നിങ്ങൾ സന്തോഷിക്കും. ഇതെന്താ ഇങ്ങനെ പറയുന്നതെന്ന്? ഇതുവരെ പറയുന്നത് പരീക്ഷകളിൽ അകപ്പെട്ടതിനോർത്ത് ദുഃഖിക്കാനാണ് ലോകം പറഞ്ഞു തരുന്നത്. എന്നാൽ ഇവിടെ വചനം പറയുന്നു, വിവിധ പരീക്ഷകളിൽ അകപ്പെടുമ്പോൾ നിങ്ങൾ സന്തോഷിക്കുവിൻ. എന്തെന്നാൽ വിശ്വാസം പരീക്ഷിക്കപ്പെടുമ്പോൾ നിങ്ങൾക്ക് അതിൽ സ്ഥിരത ലഭിക്കുമെന്ന് അറിയാമല്ലോ. നമുക്കറിയാം, നല്ല മലകളിലും കുന്നുംപുറങ്ങളിലും പർവ്വതങ്ങളിലൊക്കെ വളർന്നു വരുന്ന മരങ്ങൾ കൊടുങ്കാറ്റിനെയും മഴയെയും കൊടിയ വെയിലിനെയൊക്കെ അതിജീവിച്ച് നിലകൊള്ളുമ്പോൾ അതിന് കാതലും അതിൻ്റെ വേരുകൾക്ക് ഉറപ്പും കൂടുതലായിരിക്കും. പിടിച്ചു നിൽക്കാൻ പറ്റാത്തവ കെട്ടുപോകും, മറിഞ്ഞു പോകും, തായ്വേരറ്റു പോകും, അല്ലേ? പിടിച്ചു നിൽക്കുന്നവ കോടാലി വെച്ചാൽ തീ പാറും, അതിന് വെള്ളം കുറവായിരിക്കും, അത് കൊത്തിപ്പോവുകയില്ല. ഇതുപോലെ തന്നെയാണ് നിങ്ങൾക്ക് വിശ്വാസത്തിൽ ഈ കേട്ടുകൊണ്ടിരിക്കുന്ന വ്യക്തി അൽമായനോ സമർപ്പിതനോ ആരുമാകട്ടെ സ്ഥിരത ലഭിക്കും. അതുകൊണ്ട് ഒരു പരീക്ഷണവും കൂടാതെ ജീവിക്കുക എന്ന് പറയുന്നത് അസാധ്യമാണ്. അപ്പോൾ പ്രഭാഷകൻ 2:1 പറയുന്നുണ്ട്, എൻ്റെ മകനെ, നീ കർത്ത ശുശ്രൂഷയ്ക്ക് ഒരുപ്പെടുന്നെങ്കിൽ, അതായത് കർത്താവായ ഈശോയിൽ വിശ്വസിക്കുന്ന വ്യക്തിയാണെങ്കിൽ, കൂടുതൽ നന്മകൾ പ്രാർത്ഥിക്കണമെന്ന് ആഗ്രഹിക്കുന്നെങ്കിൽ പ്രലോഭനങ്ങളെ നേരിടാൻ ഒരുങ്ങിയിരിക്കുക. ചിലപ്പോൾ 2 അടി കൂടുതൽ കിട്ടിയെന്ന് വരും, പക്ഷെ നീ തനിച്ചല്ല, ദൈവം എൻ്റെ നിങ്ങളുടെ കൂടെയുണ്ട്. അത് വചനത്തിലുണ്ട്. യോഹന്നാൻ 15:1-2 വാക്യം, എൻ്റെ പിതാവ് കൃഷിക്കാരനും ഞാൻ മുന്തിരിച്ചെടിയും നിങ്ങളതിലെ ശാഖകളുമാണ്. എൻ്റെ ശാഖകളിൽ ഫലം തരാൻ
തരാത്തതിനെ അവിടുന്ന് നീക്കിക്കളയുന്നു. ഫലം തരുന്നതിനെ കൂടുതൽ കായ്ക്കാനായി വെട്ടിയൊരുക്കുന്നു. വെട്ടിയൊരുക്കുമ്പോൾ ഓർത്തോ, കൃഷിക്കാരൻ ചോട്ടിൽ തന്നെയുണ്ട്, കൂടെ തന്നെയുണ്ട്, ശ്രദ്ധിച്ച് തന്നെ നിൽപ്പുണ്ട്. ഇത് തന്നെയാണ് എന്നെയും നിങ്ങളെയും കൂടുതൽ. നമുക്ക് തോന്നും നമുക്കെല്ലാം തികഞ്ഞു, ഇനി ഒന്നിൻ്റെ കുഴപ്പമില്ല, പിന്നെ എന്തിനാണ് ഈ പരീക്ഷണം പ്രലോഭനമെന്ന്. പക്ഷേ കൂടുതൽ കൂടുതൽ ഫലം പുറപ്പെടുവിക്കാനും അത് നമ്മളിലും ലോകത്തിലും ആശ്രയിച്ച് നിൽക്കാതെ ദൈവത്തിന് ഒന്നാം സ്ഥാനവും എല്ലാ മഹത്വവും സ്തുതിയും ആരാധനയും ദൈവത്തിന് മാത്രം കൊടുക്കുന്നതിന് വേണ്ടിയാണ് ഇങ്ങനെയൊക്കെയുള്ള ഉരച്ചു നോക്കുന്ന മാറ്റുരക്കുന്ന അനുഭവങ്ങൾ ഉണ്ടാകുന്നത്. മത്തായി 6:13 ഞാൻ തുടക്കത്തിൽ പറഞ്ഞ വചനം, ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത്, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. അതുകൊണ്ട് ഒരു ദിവസം ദൂരം പ്രാവശ്യം ഈ വചനം ഓർക്കുമ്പോഴൊക്കെ പ്രാർത്ഥിക്കാൻ പറ്റും. ഒന്ന് സൂറജോപൻ്റെ പോലെ ചൊല്ലി നോക്കിയ മത്തായി 6:13, ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത്, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. അപ്പം ഒരു ചെറിയ അനക്കം വരുമ്പോൾ പെട്ടെന്ന് ജാഗ്രത കിട്ടും. നിങ്ങൾ സർപ്പങ്ങളെ പോലെ വേളും പ്രാവുകളെ പോലെ നിഷ്കളങ്കരുമായിരിക്കാൻ യേശുനാഥൻ്റെ ആ കൽപ്പന നമുക്ക് അപ്പം ജാഗ്രത തരും അല്ലേ. സർപ്പങ്ങൾ എന്താണ്, ഒരു ചെറിയ അനക്കം കേട്ടാൽ മതി ജാഗ്രത. പ്രാവുകൾ അത് നിഷ്കളങ്കരായ ജീവികളാണ്, തിരിച്ചാരും ഉപദ്രവിക്കുകയില്ല, സമാധാനവും ശാന്തതയുള്ളിടത്ത് അത് നിൽക്കുകയുള്ളൂ. ഇതുപോലെ തന്നെ ശാന്തതയും സ്വസ്ഥതയിലും ജീവിക്കാൻ ദൈവം കൃപ തരും. ആരെയും തിരിച്ചടിക്കാനോ പ്രതികാരം ചെയ്യാനോ ഒന്നും പോകണ്ട എന്നുള്ള മനോഭാവം നമുക്ക് കിട്ടും. വീണ്ടും അപ്പോൾ വചനങ്ങൾ മറന്നു പോകരുത്. ഇത് ഇനി ഏറ്റവും നമ്മൾ ഒട്ടും വിചാരിക്കാത്തവരിൽ നിന്നൊക്കെ ആയിരിക്കാം. മത്തായി 18:7 പറയുന്നുണ്ട്, പ്രലോഭനങ്ങൾ നിമിത്തം ലോകത്തിന് ദുരിതം. പ്രലോഭനങ്ങൾ ഉണ്ടാകേണ്ടതാണ്, എന്നാൽ പ്രലോഭന ഹേതുവാകുന്നവന് ദുരിതം. മത്തായി 18:7. ഇതാ ഒരു ദൈവദാസൻ പരീക്ഷിക്കപ്പെട്ടപ്പോൾ, പഴയ നിയമത്തിൽ ദൈവദാസൻ ജോസഫിൻ്റെ അനുഭവം, അവൻ്റെ സഹോദരന്മാരെല്ലാം കൂടെയാണ് അസൂയ മൂത്ത് സ്വപ്നക്കാരൻ വരുന്നെന്ന് പറഞ്ഞ് അവനെ പിടിച്ച് പൊട്ടക്കിണറ്റിലിട്ടതും അവിടെ നിന്നെടുത്ത് അടിമയായിട്ട് വിറ്റതും, അങ്ങനെ അപ്പന് ഏറ്റവും പ്രിയങ്കരനായ മറ്റു മക്കളെക്കാൾ അധികം സ്നേഹിച്ചിരുന്ന മകൻ. അങ്ങനെയാണ് തിരുവചനത്തിൽ അവനെക്കുറിച്ച് അപ്പനേറ്റവും അവനിഷ്ടവും സ്നേഹവും എല്ലാമായിരുന്നു. അപ്പോൾ ദൈവം ചില പ്രത്യേകതകളും അനുഗ്രഹങ്ങളും പരിഗണനകളും നൽകുന്നത് കൊണ്ട് മറ്റുള്ളവരെ അസൂയാലുക്കളോ ഉപദ്രവിക്കുന്നവരോ പ്രലോഭന ഹേതുക്കളോ ഒക്കെ ആയി ജീവിതത്തിലേക്ക് കടന്നു വന്നേക്കാം. പക്ഷേ ഇതാ പോയ വഴിക്കെല്ലാം ദുരിതങ്ങളിലൂടെ കടന്നു പോവുകയാണ്. യജമാനൻ്റെ ഭാര്യയ്ക്ക് അവൻ്റെ മേൽ കാമാർത്തി പൂണ്ട് അടിമയായിട്ട് വിൽക്കപ്പെട്ട ആ ജോസഫിനെ കടന്ന് പിടിക്കാൻ പോത്തിഫറിൻ്റെ ഭാര്യ ശ്രമിക്കുകയാണ്. എന്നാൽ ഇതാ പിടിക്കപ്പെടുമെന്നായപ്പോൾ, അല്ലെങ്കിൽ അവൻ അതിന് വഴങ്ങാതായപ്പോൾ അവൻ്റെ മേൽ തിരിച്ചു കുറ്റമിട്ട് രക്ഷപ്പെടാൻ ശ്രമിക്കുകയും, ഇതാ ഈ ജോസഫ് കാരാഗൃഹത്തിലൊക്കെ ചെയ്യാത്ത തെറ്റുകൾക്ക് വേണ്ടി, ഒരുപക്ഷെ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്ന വ്യക്തി ഇതുപോലെ ജീവിതകാലം മുഴുവൻ ചെയ്യാത്ത തെറ്റുകൾക്ക് വേണ്ടി പഴി കേൾക്കുന്നവരോ വേദന അനുഭവിക്കുന്നവരോ ഒക്കെ ആയിരിക്കാം. അതിനെല്ലാം ഒരു ഉത്തരം, പരിഹാരം നമുക്കില്ല എങ്കിലും ദൈവത്തിൻ്റെ സന്നിധിയിലുണ്ട്. അപ്പോൾ ഈ ജോസഫിനെ സഹോദരങ്ങൾ പൊട്ടക്കിണറ്റിലിട്ടവന്, അടിമയായിട്ട് വിൽക്കപ്പെട്ടവൻ, ഇല്ലാവചനം കേൾക്കേണ്ടി വന്നവൻ, ജയിലിൽ ചെയ്യാത്ത തെറ്റിന് ജയിലിൽ കിടക്കേണ്ടി വന്നവൻ, അവസാനം രാജാവിൻ്റെ സ്വപ്നം വ്യാഖ്യാനിച്ചു കൊടുക്കാൻ ദൈവം കൂടെ കിടന്നവർ, ഇവൻ വ്യാഖ്യാനം പറഞ്ഞു കൊടുത്ത് സഹായിച്ചവർ മറന്നു കളഞ്ഞു. പക്ഷേ ദൈവം ജോസഫിന് വേണ്ടി ഒരു അവസരം ഒരുക്കുകയാണ്. അങ്ങനെ ജോസഫിനെ ഈജിപ്തിലെ പ്രധാനമന്ത്രി പദത്തിലേക്ക് ദൈവം ഉയർത്തുകയാണ്. പണിക്കാർ ഉപേക്ഷിച്ച് കളഞ്ഞ കല്ല് ഭവനത്തിൻ്റെ മൂലക്കല്ലായി തീർന്നു. ഇതാ ഒരു നീതിമാൻ വിൽക്കപ്പെട്ടപ്പോൾ നാട് മുഴുവൻ ക്ഷാമത്തിലായി. അങ്ങനെ അവരെല്ലാം ഇവ മരിച്ചു പോയിട്ടുണ്ടാവും എന്ന് കരുതിയ സ്വന്തക്കാർ, സഹോദരങ്ങൾ ആ അയൽ രാജ്യത്ത് ഭക്ഷണത്തിന് പോലും വകയില്ലാതെ അഭയം തേടി വരുമ്പോൾ സ്വന്തം സഹോദരനാണെന്നോർത്ത് അവൻ്റെ മുൻപിൽ ആ കൊട്ടാരത്തിൽ നിൽക്കുമ്പോൾ മറ്റുള്ളവരെല്ലാം കൊട്ടാരത്തിന് പുറത്താക്കി ഈ ജോസഫ് പൊട്ടിക്കരയാണ്. എന്നെ അവരെ കെട്ടിപ്പിടിച്ച്, വിറ്റതോർത്ത് നിങ്ങൾ വിഷമിക്കേണ്ട, നിങ്ങൾക്ക് മുമ്പേ ദൈവം എന്നെ ഇങ്ങോട്ട് അയച്ചതാണ്. ഒരു നീതിമാൻ വിൽക്കപ്പെട്ടപ്പോൾ നാട് മുഴുവൻ ക്ഷാമത്തിലായി. ഇതാ വേറെ എന്തെല്ലാം വഴികളും നാടുകളും ഉണ്ട്, എന്നാൽ തങ്ങളുടെ സഹോദരൻ ജീവിച്ചിരിക്കുന്നെന്ന് അറിയാതെ അവൻ്റെ മുമ്പിൽ തന്നെ വരുത്തുന്ന സ്വർഗത്തിലെ ദൈവം. അങ്ങനെ ഈജിപ്തിലെ പ്രധാനമന്ത്രിയായി മേൽവസ്ത്രം പോയവനെ പട്ടുവസ്ത്രം ധരിപ്പിച്ച് 1ാം സ്ഥാനത്തെത്തിച്ച ഒരു ദൈവം. ഈ കഥ എൻ്റെയും നിങ്ങളുടെയും ജീവിത കഥയായി
മാറണ്ടേ? സഹനങ്ങൾക്ക് കാരണക്കാരായവരെ ശപിച്ചും വെറുത്തും വെറുപ്പ് തോന്നി കുറ്റം പറഞ്ഞും അവരെക്കുറിച്ച് കഥയുണ്ടാക്കി മുന്നോട്ട് പോവുകയാണോ? വേണ്ട വേണ്ട. ഇന്ന് തൊട്ട് അവിടെ വെച്ച് നിർത്തിയേക്ക്. ഒരുപക്ഷെ അവർ കള്ളക്കഥ പറഞ്ഞോ കള്ളക്കേസ് കൊടുത്തോ കള്ളക്കഥ ഉണ്ടാക്കിയോ അല്ലെങ്കിൽ ആൾബലം കൂട്ടിയോ ഒപ്പ് ശേഖരണം നടത്തിയോ നിങ്ങൾക്ക് എതിരെ നടക്കുമ്പോൾ നിങ്ങളെ തന്നെ എന്നെ തന്നെ നോക്കിക്കൊണ്ടിരിക്കുന്ന ഒരു സ്വർഗത്തിലെ ദൈവം ഉണ്ട്. മത്തായി 18:10-11 ഈ ചെറിയവരിൽ ഒരുവനെയും നിന്ദിക്കാതിരിക്കാൻ സൂക്ഷിച്ചുകൊള്ളുവിൻ. കർത്താവിൻ്റെ ദൂതൻ അവരുടെ മുഖം സദാ ദർശിച്ചുകൊണ്ടിരിക്കുക. അതുകൊണ്ട് നമുക്ക് റാങ്ക് ഇടുന്ന മാർക്കിടുന്ന നീതി നടത്തി തരുന്ന ഒരു ദൈവം ഉണ്ട്. ജോബ് 17:3 എന്നോട് പലരും ഈ വചനമൊക്കെ പറഞ്ഞു കൊടുത്തിട്ട് റിസൾട്ട് വിളിച്ചു പറയാറുണ്ട്, വന്ന് പറയാറുണ്ട്, ഇവിടെ പ്രാർത്ഥനയിൽ പങ്കെടുത്ത് സാക്ഷ്യപ്പെടുത്താറുണ്ട്. എൻ്റെ വിവിധ ധ്യാന ശുശ്രൂഷകൾ പ്രോഗ്രാമുകൾ അതിലെല്ലാം പിന്നീടെങ്കിലും അവർ പറഞ്ഞു ആ പറഞ്ഞു തന്ന സംഭവം അല്ലെങ്കിൽ കൗൺസിലിങ്ങിൽ വന്നപ്പോൾ അല്ലെങ്കിൽ വചനം കേട്ടപ്പോൾ പറഞ്ഞത് സ്ട്രൈക്ക് ചെയ്തു, അങ്ങനെ വിശ്വസിക്കാൻ തുടങ്ങിയപ്പോൾ മുതൽ മാറ്റങ്ങൾ വന്നു, വഴി തുറന്നു കിട്ടിയെന്ന്. അപ്പോൾ ഈ അനുഭവം എൻ്റെയും നിങ്ങളുടെയും ജീവിത കഥയായിട്ട് മാറും. പ്രലോഭനത്തിൻ്റെ പിന്നാലെയോ പ്രലോഭന ഹേതുവായവരുടെ പിന്നാലെയോ പോയി ശക്തി കളയണ്ട. ചെളി വാരി എറിയുമ്പോൾ എറിയുന്നവനും നാറുകയാണ്, വീഴുന്നവനും നാറുകയാണ്. അതുകൊണ്ട് നമ്മളെക്കുറിച്ച് എല്ലാ കഥകളും മെനയുമ്പോൾ ആദ്യം നാറുന്നത് അവർ തന്നെയാണ്. ഫ്ലെക്സ് വെച്ചിട്ടുണ്ടോ അല്ലെങ്കിൽ നിങ്ങളെക്കുറിച്ച് എല്ലാ വചനങ്ങൾ എഴുതി കള്ളക്കേസ് കൊടുത്തിട്ടുണ്ടോ? ഞാൻ ഇതുപോലത്തെ അനുഭവങ്ങളിലൂടെ എല്ലാം കടന്നു പോയിട്ട് ഇയാളെന്താ മന്ദബുദ്ധിയാണ് അല്ലെങ്കിൽ ഇവന് ധൈര്യമില്ലാഞ്ഞിട്ടാണ് പ്രതികരിക്കാത്തത് എന്ന് പറഞ്ഞ് കള്ളക്കഥകൾ ഉണ്ടാക്കി പോലീസിൽ കമ്മീഷണർക്ക് കളക്ടർക്ക് എല്ലാം എന്നെ ഈ നാട്ടിൽ നിന്ന് തന്നെ ഓടിക്കുക. വേറെ ഒന്നിൻ്റെയും പേരില്ല. ഞാൻ ആരുടെയും കട്ടെടുത്തും കൊണ്ടുവന്നിട്ടില്ല, ആരെയും മതം മാറ്റാനും പോയിട്ടില്ല. പക്ഷേ വിശ്വാസത്തെ പ്രതി ഈശോയെ പങ്കുവെച്ചു കൊടുക്കാൻ എനിക്ക് പറ്റിയ ഓരോ അവസരവും അന്നും ഇന്നും ഉപയോഗിക്കുകയാണ്. അതുകൊണ്ട് ഞങ്ങളുടെ ഇടയിൽ ഇങ്ങനത്തെ ഒരാൾ വേണ്ട, ഇവിടെ ക്രിസ്ത്യാനി വേണ്ട, അതായിരുന്നു അവരുടെ അജണ്ട. പക്ഷേ പോലീസ് ഉയർന്ന ഉദ്യോഗസ്ഥർ പറഞ്ഞ ഇതാണ്, വെള്ളം ചിലർക്ക് നിങ്ങളോടുള്ള പ്രത്യേക അസൂയ വരുത്തൻ ആളാകുന്നു. അല്ലെങ്കിൽ ഇവൻ ആരാണ്, ഇവനെ കാണാൻ അല്ലെങ്കിൽ പ്രാർത്ഥിപ്പിക്കാൻ ഇവൻ പറഞ്ഞതുപോലെ സംഭവിക്കുമെന്ന് പറഞ്ഞ് വരുന്നു. എൻ്റെ പ്രിയപ്പെട്ടവരെ, വെറും മണ്ണും പൊടിയാണ് ഇതെല്ലാം. 1 യോഹന്നാൻ 4:4 നിങ്ങളുടെ ഉള്ളിലുള്ളവൻ പുറമേയുള്ളവനേക്കാൾ ശക്തനാണ്. 1 പറഞ്ഞ് രണ്ടാമത്തേന് കരയണ ജീവിതമായിരുന്നു. ഒന്നിനും ധൈര്യമില്ലാത്ത കടിഞ്ഞു പൊട്ടൻ എന്ന് കാരണവന്മാർ വരെയും പറഞ്ഞിരുന്ന അവസ്ഥയായിരുന്നു. പക്ഷേ ദൈവത്തിൻ്റെ ആത്മാവ് എൻ്റെ ഉള്ളിൽ വന്നപ്പോൾ എൻ്റെ ജീവിതം അടിമുടി മാറി. ഇപ്പോൾ ഞാൻ 27 വർഷമായിട്ട് ഒരു അപ്പനാണ്. ഞങ്ങളുടെ മെയ് 9 വിവാഹ വാർഷികമായിരുന്നു. 37 വർഷമായിട്ട് ഞാൻ സുവിശേഷ പ്രേക്ഷിത വേല, പാട്ട് പാടുന്നു, ഓർഗൻ വായിക്കുന്നു, കൗൺസിൽ ചെയ്യുന്നു, വചനം പ്രഘോഷിക്കുന്നു. ഇതൊന്നും എൻ്റെ കുടുംബം മുതലായിട്ട് കിട്ടിയതോ അല്ലെങ്കിൽ ഞാൻ ഉണ്ടാക്കിയെടുത്തതോ അല്ല. സമയാസമയങ്ങളിൽ എൻ്റെ ദൈവം തൻ്റെ ക്യാരിസംസ് ഉണ്ട്. പരിശുദ്ധാത്മാവിൻ്റെ വര ദാനങ്ങളുണ്ട്, ഫലങ്ങളുണ്ട്. പരിശുദ്ധാത്മാവിൻ്റെ തന്ന അനുഗ്രഹങ്ങൾ എൻ്റെ അടുക്കൽ ഞാൻ ഈശോയുടെ എല്ലാ ദിവസവും പ്രാർത്ഥിക്കും. അത് ഉപയോഗിച്ചുകൊണ്ടിരിക്കുക. എൻ്റെ അടുക്കൽ വരുന്നവർ ഈശോയെ അനുഭവിക്കാനും ഈശോയെ ദർശിക്കുവാനും ഈശോയെ മഹത്വപ്പെടുത്തുവാനും ഇടയാക്കണമേ. അങ്ങേക്കായി ദാഹിക്കുന്നവരെ ഇന്ന് എൻ്റെ പക്കലേക്ക് ആനയിക്കണം. ഇതാണ് എൻ്റെ എന്നുമുള്ള അന്നും ഇന്നുമുള്ള പ്രാർത്ഥന. എൻ്റെ ദൈവം എന്നെ എടുത്ത് ഉപയോഗിക്കുന്നു. ആ യേശുവിൻ്റെ വചനം അവർക്ക് പറഞ്ഞു കൊടുക്കുന്നു, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. റോമ 10:9 യേശു കർത്താവാണ് എന്ന് അതരം കൊണ്ട് ഏറ്റുപറയുകയും ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷ പ്രാപിക്കും. ഈ അനുഭവമാണ് എനിക്കുണ്ടായത്. ഈ അനുഭവമാണ് എൻ്റെ അടുക്കൽ പ്രാർത്ഥിക്കാനും പ്രാർത്ഥിപ്പിക്കാനും പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞും മെസ്സേജ് ഇട്ടും ശുശ്രൂഷകൾ കൂടാനും ഒക്കെ വരുന്നവർക്ക് ഉണ്ടാകുന്നതും അവർ ഏറ്റുപറയുന്നതും. ഞങ്ങൾ വെറും മണ്ണും പൊടിയുമാണ്. യേശുവേ നന്ദി, യേശുവേ സ്തുതി. എന്നാലും ജീവിതകാലം മുഴുവൻ കർത്തൃ ശുശ്രൂഷകനാണെങ്കിൽ പോലും പരീക്ഷണങ്ങൾ പ്രലോഭനങ്ങൾ ഉണ്ടാകും. അതുകൊണ്ടാണ് വിശുദ്ധ ഫ്രാൻസിസ് അസീസി പറഞ്ഞത്, മരണം കൊണ്ടല്ലാതെ ഒരുവനെ വിശുദ്ധൻ എന്ന് പറയാനായിട്ട് വരട്ടെ എന്ന്. മരിക്കുന്നതിന് മുമ്പേ ആരെയും പുകഴ്ത്തി ദൈവത്തെക്കാൾ വലുതായി വെക്കല്ലേ. യോഹന്നാൻ 10:35 പറയുകയാണ്, ദൈവവചനം ആരുടെ അടുക്കലേക്ക് വന്നുവോ അവരെ അവിടുന്ന് ദൈവങ്ങൾ എന്ന് വിളിച്ചു. അതുകൊണ്ട് യേശുവിൻ്റെ കണ്ണും കാലും കാതും ആയിട്ട് നമുക്ക് ജീവിക്കാം. പക്ഷെ ജീവിക്കുമ്പോൾ എന്ത് ചെയ്യണം? നമ്മൾ പ്രാർത്ഥനയിൽ ഉണർന്നിരുന്ന്
പ്രാർത്ഥിക്കണം. മത്തായി 26:41 മറന്നു പോകരുത്. പ്രലോഭനം ഉണ്ടാകും, പരീക്ഷണം ഉണ്ടാകും. വിശ്വാസം ഇട്ട് കളയാനല്ല, കൂട്ടായ്മ തല്ലി തകർക്കാനല്ല, സഭയെ തള്ളിപ്പറയാനല്ല, ചാടി അതിൽ നിന്ന് ഇതിൽ അതിൽ നിന്ന് മറ്റേലോട്ട് പോകാനല്ല. മന്ത്രവാദിയുടെയും കണിയാൻ്റെ അന്ധവിശ്വാസക്കാരൻ്റെയും പിന്നാലെ പോയിട്ട് ഒരു കാര്യവുമില്ല. സാക്ഷാൽ ദൈവത്തിനല്ലാതെ ആർക്കും എൻ്റെയും നിങ്ങളുടെയും ഒരു വണ്ടി ഉണ്ടാക്കിയവനല്ലാതെ അതിൻ്റെ മെയിൻ ഫോൾട്ട് എന്താണെന്ന് പരിഹരിക്കാൻ സാധിക്കത്തില്ല. ഇതുപോലെ നമ്മുടെ സൃഷ്ടാവായ ദൈവം നമുക്കൊരു പ്രശ്നം പ്രയാസം അനുവദിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പരിഹാരം ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? നമുക്കുള്ളത് പ്രാർത്ഥനയിലൂടെ ദൈവത്തോട് പറയണം, ദൈവത്തിനുള്ളത് വചനത്തിലൂടെ നമുക്ക് കിട്ടും. അപ്പോൾ അതാണ് ഇത്രയും സമയം വചനത്തിലൂടെ പങ്കുവച്ചത്. അതുകൊണ്ട് എല്ലാ തെര ഒഴിഞ്ഞിട്ട് ഒരിക്കലും വള്ളം ഇറക്കാനായിട്ട് പറ്റത്തില്ല. ഒരു പരീക്ഷണവും പ്രലോഭനവും ഇല്ലാതെ വന്നിട്ട് ഞാൻ പ്രേക്ഷിത വേല ചെയ്യാം, ദൈവത്തിൻ്റെ പുറകെ വരാം, കൂട്ടായ്മയിൽ വരാം, പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞാൽ ഈ ജീവിതകാലത്ത് ഒരിക്കലും നമുക്കൊന്നും സാധിക്കില്ല. ഒന്നിൻ്റെ ഇടയിൽ കൂടെ ഒരു തള്ളെന്ന് പറഞ്ഞ പോലെ ഇതാ തെര വരുമ്പോൾ ഏലേലം പാടി അവർ വള്ളം ഇറക്കുന്നത് കണ്ടിട്ടില്ലേ? അതുപോലെ തന്നെ ഇതാ എല്ലാ പ്രതിസന്ധികൾക്കിടയിലും ചിലപ്പോൾ കൂടെ നിൽക്കുന്നവർ കുതികാല് വെട്ടിയേക്കാം, കാല് വാരിയേക്കാം, തള്ളിപ്പറഞ്ഞേക്കാം, ഒറ്റിക്കൊടുത്തേക്കാം. നമ്മുടെ എല്ലാം ജീവിതത്തിൽ മറിച്ചും തിരിച്ചും എല്ലാം ഉണ്ടാകാം. ചിലപ്പോൾ ഉള്ളിൽ എന്തെങ്കിലും വിചാരിക്കാത്ത രോഗങ്ങളാകാം, അല്ലെങ്കിൽ അപ്രതീക്ഷിതമായ അടികളോ സാമ്പത്തിക ക്ലേശങ്ങളോ മനക്ലേശങ്ങളോ അപകടങ്ങളോ ഏത് വന്നാലും ഇതാ അതിലെല്ലാം ദൈവത്തിന് ഒന്നാം സ്ഥാനം കൊടുത്ത് പ്രഭാഷകൻ 2:6 പറയുന്നു, കർത്താവിൽ ആശ്രയിക്കുക, അവിടെ നിന്ന് നിന്നെ സഹായിക്കും. ഈ വചനം ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കണം. കർത്താവിൽ ആശ്രയിക്കുക, അവിടെ നിന്ന് നിന്നെ സഹായിക്കും. നേരായ മാർഗത്തിൽ ചരിക്കുക, കർത്താവിൽ പ്രത്യാശ അർപ്പിക്കുക. അപ്പം എല്ലാം ശരിയായി വന്നോളും. പ്രൈസ്തലോ. അതിനുള്ള ബോധ്യം ദൈവം നിങ്ങൾക്ക് തരട്ടെ. വചനം കേൾക്കുക, വചനം പ്രാർത്ഥിക്കുക. എല്ലാ പ്രലോഭനങ്ങളെ പ്രതി ശക്തമായിട്ട് സ്തുതിച്ചു പ്രാർത്ഥിക്കുക. പ്രലോഭകൻ അവൻ്റെ ആ വഴി നോക്കി ഇതാ നിങ്ങളെ വിട്ട് പോയിക്കൊള്ളും. ഹല്ലേലൂയ. യേശുവേ നന്ദി. ഈ വചനം കേൾക്കുന്ന വ്യക്തികളുടെ ജീവിതത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഏകാന്തത, ഡിപ്രഷൻ, പലവിധ സംശയ മനസ്ഥിതികൾ, ചോദ്യങ്ങൾ, ഉപദ്രവങ്ങൾ അവയെല്ലാം യേശുവിൻ്റെ രക്തത്താൽ കഴുകി ഈ മക്കൾക്ക് അതിന് പരിഹാരവും ഉത്തരവും നൽകണമേ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. പരിശുദ്ധ അമ്മയെ മാതാവേ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണേ. നിത്യം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഒരു പ്രലോഭനം വരുമ്പോൾ ഇനി മുതൽ എന്ത് ചെയ്യണം? ഓർത്തോണം, പ്രാർത്ഥിച്ചോണം. പ്രലോഭനങ്ങളിൽ ഞങ്ങളെ ഉൾപ്പെടുത്തരുത് എന്ന്, പ്രലോഭനങ്ങളിൽ ഞങ്ങളെ ഉൾപ്പെടുത്തരുത് എന്ന് കർത്താവിനോട് പ്രാർത്ഥിക്കണം. മത്തായി 6:13 ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത്, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. പ്രൈസ് ദി ലോർഡ്. യേശുവേ നന്ദി, യേശുവേ സ്തുതി. ആമേൻ. ഈ പ്രോഗ്രാം നിങ്ങൾക്ക് പ്രയോജനപ്രദമെങ്കിൽ ഇത് കിട്ടാത്ത അറിയാത്ത മറ്റുള്ളവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുമല്ലോ. സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്താൽ തുടർന്നുള്ള വീഡിയോകളും സമയക്രമം അനുസരിച്ച് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. എന്തെങ്കിലും കമൻസുകൾ ഉണ്ടെങ്കിൽ യൂട്യൂബിൽ തന്നെ അത് കമൻസിൽ കൊടുക്കാം, അല്ലെങ്കിൽ വാട്സാപ്പിലൂടെയൊക്കെ എഴുതിയിട്ടാൽ പ്രാർത്ഥിക്കുകയും സമർപ്പിച്ച് ദൈവഹിതത്തിന് വേണ്ടി വിട്ടുകൊടുക്കുകയും ചെയ്യുന്നതാണ്. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി.